അത്രക്കായിരുന്നു ബഹുമാനം. പവറും പത്രാസും വെള്ളിയും വെള്ളിട്ട് നടത്തം. 10 പറക്കണ്ടത്തില് നെൽകൃഷിയും 3-4 ഏക്കർ അടക്കിയും കുരുമുളകും തേങ്ങയും കൃഷിയിലും കൃഷിപ്പണിയിലും അഭിമാനം കണ്ടെത്തിയിരുന്ന മനുഷ്യനാ. കാലാവസ്ഥ ചതിച്ച് കൃഷി നശിച്ച് നാനായിരായി. വിതച്ച വിത്തിന്റെ അത്രയും കൂടി വിള കിട്ടാതായപ്പോ മുച്ചീർപ്പം കുലച്ച് ഉച്ചൂടും നശിച്ച് ബാങ്കിലൊന്നും അടക്കാനാവാതെ ജപ്തിയും നടപടിയായി. കുടുംബത്ത് പട്ടിണി മരണം ഉണ്ടാവും തോന്നിയപ്പോ എടുത്തതാണ് ആ പഴഞ്ചാക്ക്. പഴയ ചെരുപ്പ് കടലാസ് ഇരുമ്പ് കുപ്പി പാട്ട തകരാ ാക്കിയതല്ലാണ്, ഒരു നേര് പറഞ്ഞു പോയതല്ലേ. മൂപ്പര കൃഷിക്കളത്തില് നേരാവണ്ണം പടിയെടുത്ത് അല്ലിലും അലട്ടില്ലാതെ ജീവിച്ചിരുന്ന ആളായിരുന്നു കുന്നുംപുറത്തെ സൈനാത്താന്റെ മോർഷീദ്. ഇങ്ങനെ പോയാലേ പോറ്റു അടുത്ത തള്ളി പട്ടിണിയാവുമെന്ന് തോന്നിയപ്പോഴാ ഈ പാട്ടവണ്ടിയും അതുങ്ങനെ കെട്ടിവെച്ച ലോട്ടറി എടുത്ത് പുറത്തിറങ്ങിയത്. നാട്ടായിട്ട് വിളിപ്പേരാ ഭാവി റഷീദേന്ന്. അങ്ങനെ ലോട്ടറി വെക്കാൻ ഞാൻ ഭാവിയും പഴയതെടുക്കുന്ന മൂപ്പര് ഭൂതവുമായി. ഭൂതം ഭാവി. എടോ ഭാവി, എന്തോ എടോ ഭാവി റഷീദേ, എന്തെന്തോ അടുപ്പിച്ചു വന്ന 5 വർഷവും ദുരന്തം നിറച്ച പ്രളയങ്ങളും കാലാവസ്ഥാ മാറ്റവുമാണ് എന്നെ ചതിച്ചത്. മണലിപ്പും വരൾച്ചയും കഷ്ടികിട്ടുന്ന വിളകൾക്ക് വിലക്കുറവും ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം കൂടി ചോർന്നു പോയതുകൊണ്ടാണോ ഞാൻ ഈ പഴഞ്ചാക്ക് കയ്യിലെടുത്തു. വരെ ജീവിക്കണ്ടേ? അതിന്റെയൊക്കെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം കൂടി ചോർന്നു പോകാറോ? ചൂടുള്ള വാർത്തകൾ, കത്തുന്ന വാർത്തകൾ, പുകയുന്ന വാർത്തകൾ. അല്ല, വർത്തമാനം എത്തിയല്ലോ. ഇപ്പളാ സെറ്റായത്. ഭൂതം ഭാവി വർത്തമാനം. ഇനി അവന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നു. പത്രക്കാരനാണല്ലോ പത്രാസ. നേരവും കാലവും നോക്കാത്ത ചോദ്യങ്ങളുമായിട്ട് വന്നോളൂ. വലിയ ആരെയും നേരിടാനുള്ള ആവതുമില്ല. ഭാവിയെ ഇതൊന്ന് പിടിച്ച പോകില്ലെന്ന് വർത്തമാനത്തിനും കൂടി കണ്ടിട്ട് മിണ്ടിട്ട് പോകാന്ന്. പഴയ പ്ലാസ്റ്റിക് ഇരുമ്പ് തകരം പാട്ട പത്രക്കടലാസുകള് മാളികാമുഖേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ഏറ്റുന്നതും ഭവൻ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിപ്പേരുമുറിയുള്ള കർഷക. കാലാവസ്ഥ ചതിച്ചതാ. കാലക്കേടന്നല്ലാതെ എന്താ പറയാ. വേറൊന്നും ചെയ്തില്ലല്ലോ. ഭാഗ്യം. കത്തുന്ന വാർത്തകൾ, പുകയുന്ന വാർത്തകൾ, ചൂടുള്ള വാർത്തകൾ. വർത്തമാനം വന്ന ബോധം സ്ഥലം കൊടും. വർത്തമാനം മാറ്റു, പത്രവിൽപ്പന, വാർത്താ ലേഖനമെഴുത്ത് ഒക്കെയാണ് മൂപ്പര് ഏർപ്പാട്. ഹലോ വർത്തമാനേട്ടാ, മാറ്റേട്ടോ വരീന്ന് ഇങ്ങനെ ഒച്ച കേട്ടപ്പോ വിട്ടതാ മൂപ്പര്. ഇപ്പൊ ഇവിടെ ഭാവി മാത്രായി. ഇന്നെന്തേ പത്രത്തിനൊന്നും നടന്നില്ലേ? കേട്ടും നല്ല കനുണ്ടല്ലോ. ഹലോ മൈ ഡിയർ ടീച്ചർ, ഹൗ ആർ യു? ഹൗ ഡു യു ഡു? ഇവിടെ ഒന്നും ആരും ഒന്നും ഇട്ടിട്ടില്ല. ഐ ലൈക്ക് ഇറ്റ് യുവർ ഫണ്ണി ടോക്ക്. ഇതൊക്കെ കൂടി ഇരുമ്പിന്റെ കയ്യോ? പത്രത്തിൽ എഴുതുന്ന പോലെ ഒരു തയമ്പിന്റെ കട്ടിയേ. അല്ല മേത്തേട്ടാ, ഈ കത്തണ വാർത്തയും പുകയണ വാർത്തയും ഒക്കെ കൂടി തീപിടുത്തുണ്ടാക്കുവോ? ഫയർ എഞ്ചിനേറ്റ് വിളിക്കേണ്ടി വരുമോ? ഡോണ്ട് മിസ്റ്റർ ഭാവി. യെസ്, ഐ ആം എ സിൻസിയർ ജേർണലിസ്റ്റ്. അന്നത്തെ വാർത്തകൾ ഉത്തരവാദിത്വത്തോട് ജനങ്ങളിൽ എത്തിക്കുന്ന എന്നെ നിങ്ങൾ പരിഹസിക്കരുത്. കത്തുന്ന വാർത്തകൾ, ഒരു പക്ഷേ കടന്നു വരും. പഴയ പ്ലാസ്റ്റിക് ഇരുമ്പ് തകരം പാട്ട പത്രക്കടലാസുകള്. മൈ ഡിയർ ഭൂതം, യെസ് യെസ്, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. ഇപ്പോഴെന്താണ് കളിയും? നേരി കണ്ടാലേ കീരി പോകുമ്പോ നൂറ് മുതിര
തമ്മിൽ ചേരൂല. ഹീസ് എ പൂർ ഫെലോ ഇൻ ദ വേൾഡ്. ഫാർമർ, കർഷകൻ, നാടിനല്ല മുട്ടുന്ന ഒരാളുടെ അവസ്ഥ. കഷ്ടം കഷ്ടം. ചുറ്റുപാടുകളെ നിരീക്ഷിക്കാത്തതുകൊണ്ടും അന്നന്ന് നടക്കുന്ന വാർത്തകൾ അറിയാനും അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാത്തതുകൊണ്ടും മാത്രം സംഭവിച്ച ദുരന്തം. അതുകൊണ്ടാണ് മിസ്റ്റർ കണ്ണന് വെള്ളയും അഴിച്ചു വെച്ച് കിളച്ചാക്ക് തലയിലേറ്റേണ്ടി വന്നത്. നിങ്ങൾ അമ്മാതി തൊള്ളിക്കൊള്ളാത്ത വർത്താനം പറഞ്ഞ് ആളെ ആശാക്കരുത് കേട്ടോ. മിസ്റ്റർ റഷീദ്, ഞാൻ മിസ്റ്റർ കരുണനെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മുടെ സർക്കാരുകളും സ്വയംഭരണ സ്ഥാപനങ്ങളും ഒട്ടേറെ